ലീഗിനെതിരെ ഒളിയമ്പുമായി എത്തിയിരിക്കുകയാണ് SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ. ലീഗിനെ പരോക്ഷമായി പരിഹസിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥി പട്ടികയെപ്പറ്റിയും SNDPയുടെ നിലപാടുകളെ പറ്റിയുമൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയത്. SNDP ഇത്തവണ ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ സാമുദായിക സംഘടന രാഷ്ട്രീയത്തിൽ അതീതമല്ല, രാഷ്ട്രീയത്തിനപ്പുറം സാമുദായികപരമായി ചിന്തിക്കുന്ന ഒരു സംഘടനയാണ്. അല്ലാതെ മറ്റു സംഘടനകളെ പോലെ 2 സീറ്റ് ലഭിച്ചപ്പോൾ ആ 2 സീറ്റ് പോരാ, ഇനിയൊരു സീറ്റ് കൂടി അധികം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന തരത്തിലേക്കുള്ള പ്രവണതയൊന്നും SNDPയുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. സമുദായം പറഞ്ഞ് വീതം പറ്റുന്ന ഒരു പ്രവണത SNDPക്കില്ല. അതുള്ള ആളുകൾ ഇവിടെ മറ്റു ചിലരാണ് എന്നൊക്കെ പറയാതെ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. 2 സീറ്റിന് പകരം 3ാമതൊരു സീറ്റ് കൂടി അധികം ചോദിച്ചത് ലീഗാണ് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി രൂക്ഷമായൊരു വിമർശനം ഉയർത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. രണ്ടാമതായി അദ്ദേഹം ശബ്ദമുയർത്തിയത് PC ജോർജിനെതിരായിരുന്നു. PC ജോർജ് തവള വീർപ്പിക്കുന്നത് പോലെ വീർപ്പിക്കരുത്, ഇവിടെ അധികാരം ലഭിക്കണമെന്ന ദുർചിന്തയോടുകൂടി പ്രവർത്തിക്കരുത്, ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന ആഗ്രഹത്തോടു കൂടി വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങളാണ് PC ജോർജിനെതിരെ ഒളിയമ്പ് പോലെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ പരിഹാസങ്ങൾ. അപ്രസക്തനെ പ്രസക്തനാക്കാനാണ് നിങ്ങൾ നോക്കണത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ. സ്നേഹം ഇല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പോയി വീണോളൂ. അത്രേ ഇനി മറുപടി പറയാൻ എനിക്കുള്ളൂ. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണം പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല. വീർത്ത വയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. അതുപോട്ടെ, അയാളെ വിട്ടേരി. അയാളെ വാർത്തയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തെറ്റാണ്. അല്ലാതെ ഞങ്ങളൊരു സമുദായം ചെന്നിട്ടില്ലല്ലോ. പ്രായത്തെ കിട്ടിയായില്ലെന്നൊക്കെ എല്ലാവരുടെയും നോക്കിയിട്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. ഓരോരുത്തരും സമുദായം പറഞ്ഞ് വീതം വെച്ചിട്ടിരിക്കുകയല്ലേ. ഞങ്ങൾ വീതം വെച്ച് വേണമെന്നും പറഞ്ഞ് ചെന്നിട്ടില്ല. ഓരോരുത്തരും കണ്ടില്ല 2 വേണം, ഇനി അതല്ല 1 കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്ത അവധി കച്ചവടം നടത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പണ്ടെല്ലാം നിങ്ങളൊന്ന് ആലോചിക്കുക, ചിഹ്നത്തിനാ വോട്ട്. അല്ലാതെ അവിടെ നിൽക്കുന്ന ജോസഫാണ്, അല്ലെങ്കിൽ മത്തായിയാണ്, അല്ലെങ്കിൽ ഫിലിപ്പാണെന്ന് നോക്കാറില്ലായിരുന്നു. ഇപ്പോൾ പേര് നോക്കിയാണ് വോട്ട്. ആദ്യം നോക്കി വോട്ട് ചെയ്യുന്ന അവസ്ഥാവിശേഷം മാറിയപ്പോഴല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെയും അതനുസരിച്ച് അവരുടെ നയങ്ങളും നയരൂപീകരണങ്ങളും മാറി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇടതുപക്ഷം വരെ ഇന്ന് പേര് നോക്കി വോട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ സംഘടിത മതശക്തികൾക്ക് മുമ്പിൽ അവരും അവരുടെ നയം മാറ്റേണ്ടി വന്നു. SNDP എന്നത് ഒരു സാമുദായിക സംഘടനയാണ്. അതിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുമില്ല. SNDPയുടെ നേതാവ് പറയുമ്പോൾ അത്തരത്തിൽ വോട്ട് ചെയ്യുന്ന കാലങ്ങളൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഭർത്താക്കന്മാർ പറഞ്ഞാൽ ഭാര്യമാർ പോലും വോട്ട് ചെയ്യാത്ത രീതിയാണ്. എല്ലാവരും പേരുകൾ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വോട്ട് ബാങ്ക് നോക്കി പ്രവർത്തിക്കുകയാണ്. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ അവർ സീറ്റ് ചോദിക്കുമ്പോൾ അതിന് വിധേയമാകുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അവർക്ക് 2 സീറ്റുകളല്ല, അവർക്ക് 3 സീറ്റുകളല്ല 5 സീറ്റുകൾ വരെ നൽകേണ്ടതാണെന്ന തരത്തിലേക്ക് പല പാർട്ടികളും പറയുന്നു എന്ന രീതിയിൽ ഇടതുപക്ഷത്തെയും UDFനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. എന്തായാലും സാമുദായികപരമായ ഒരു നിലപാടും സ്വീകരിക്കില്ല. രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോകട്ടെ. SNDP എന്നത് ഒരു സാമുദായിക സംഘടനയാണ്. ആ സാമുദായിക സംഘടനയിൽ എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായത്തെ മാനിച്ചു തന്നെ മുൻപോട്ട് പോകുക SNDP എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറയുന്നത്. അപ്രസക്തനെ പ്രസക്തനാക്കാനാണ് നിങ്ങൾ നോക്കണത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ. സ്നേഹം ഇല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പോയി വീണോളൂ. അത്രേ ഇനി മറുപടി പറയാൻ എനിക്കുള്ളൂ. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണം പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല.
വീർത്ത വയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. അതുപോട്ടെ അയാളെ വിട്ടേരി, അയാളെ വാർത്തയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കണമെന്നെങ്കിൽ തന്നെ തെറ്റാണ്.